അപ്പോൾ ഞങ്ങളിതാ പാലസിൻ്റെ അടുത്തുള്ള ഒരു ഗാർഡനിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ ബ്രൈറ്റണിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ, കുറേ പാർക്കിലൊക്കെ പോയിട്ടുണ്ട്. ബട്ട് ഇത്രയും ഭംഗിയുള്ള പാർക്ക് ഒബ്വിയസ്ലി ക്വീൻ്റെ പാലസിൻ്റെ അടുത്തുള്ള പാർക്കാണ്. അത്രയും ഭംഗിയുള്ള, അത്രയും പഴയ മരങ്ങൾ, നല്ല രസമുണ്ട് ഇവിടെ. ദിസ് ഈസ് ലൈക്ക് എ മസ്റ്റ് വിസിറ്റ്. സോ ഈ ബ്രിഡ്ജിൽ നിന്നാൽ നിങ്ങൾക്ക് നല്ലൊരു വ്യൂ കിട്ടും പാലസിൻ്റെ. അവിടെ കുറേ ചെയർസ് ഉണ്ട് കേട്ടോ, കുറേ ചെയർസ് ഉണ്ട് സൺ ബാത്തിങ് ചെയ്യാൻ. ഞങ്ങളും വിചാരിക്കുക കുറച്ച് നേരം വെയിലത്ത് പോയി ഇരുന്നാലോ, ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ ഇരുന്നാലോ എന്ന് വിചാരിക്കുമായിരുന്നു. നല്ല തണുപ്പുണ്ട്, തണലത്തൂടി നടക്കുമ്പം തണുക്കുന്നു. വെയിൽ വരുമ്പോൾ കുറച്ചൊരു സുഖമുണ്ട്. ഇവിടെ ഇരിക്കണോ അല്ല ചെയർ എടുത്തിരിക്കണോ? അങ്ങനെ ഞങ്ങൾ സൺ ബാത്തിങ് ഒക്കെ കഴിഞ്ഞു. ആൻഡ് ഞങ്ങളിപ്പോൾ ഇതാ പാലസിൻ്റെ അടുത്തേക്ക് പോവാണ്. പാലസ് എത്തും തോറും പാർക്കാണ്. ഇവിടെ ഫുൾ ഗ്രീനറി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ആൻഡ് പരേഡ്സ് ഒക്കെ നടക്കുമ്പോൾ അത് ഇവിടെ നിന്നാണ് നടക്കുന്നത്. സോ റീസെൻ്റ്ലി ക്വീൻ്റെ ജൂബിലി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ സോൾജേഴ്സ് എല്ലാവരും ഈ വഴി കൂടിയാണ് ട്രൂപ്പ് ചെയ്ത് പോയത്. ജൂബിലി സെലിബ്രേഷൻ ലാസ്റ്റ് വീക്കെൻഡ് ആയിരുന്നു. അപ്പം ഈ ഏരിയ മൊത്തം ആൾക്കാർക്ക് സീറ്റിങ്ങിനുള്ള ഏരിയ ആയിരുന്നു. ഈ സൈഡ് അവർ ഫുൾ ഡിസ്മാൻറ്റിൽ ചെയ്തു, ഈ സൈഡും ഡിസ്മാൻറ്റിൽ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ലാസ്റ്റ് വീക്കെൻഡ് ആയിരുന്നു ജൂബിലി സെലിബ്രേഷൻ. ചെറിയൊരു ബാഡ് ലക്ക് ആയിട്ടുള്ള സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്വീൻ്റെ ജൂബിലി സെലിബ്രേഷൻസിലായിരുന്നോ, അപ്പം അതിൻ്റെ സംഗതികളൊക്കെ ഇന്നാണ് അവർ ഡിസ്മാൻറ്റിൽ ചെയ്യുന്നത്, ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചതുപോലെ. സോ അത് കാരണം ഞങ്ങളിപ്പം അകത്തേക്ക് ലൈക്ക് പബ്ലിക്കിനൊന്നും അകത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. നാളെ മുതൽ പക്ഷേ ഓപ്പൺ ആണ്, ഇന്ന് വരെ ആയിരുന്നു ക്ലോസ്ഡ്. ഇവിടുത്തെ ഗാർഡ് ചേഞ്ചിങ് സെറമണി ഉണ്ടല്ലോ, അത് വളരെ ഫേമസ് ആണ്. എല്ലാ ദിവസവും 11:30 സംഭവിക്കുന്നതാണ്. സോ ഞങ്ങൾ ഇപ്പം ഹൈഡ് പാർക്ക് പോയിട്ട് അവിടെ പോയിട്ട് കുറച്ചുകൂടി ക്ലോസർ വ്യൂ കിട്ടും എന്നാണ് പറയുന്നത്. ഈ ഗാർഡ്സിൻ്റെ ചേഞ്ചിങ് സെറമണി ഇല്ലേ, അത് സ്റ്റാർട്ട് ആകുമ്പോഴുള്ള വ്യൂ കുറച്ചുകൂടി ക്ലോസപ്പ് ആയിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാമെന്ന്. അവിടെ എഴുതിയിട്ടുണ്ട്, ഇൻ പ്രൗഡ് റിമെമ്പറൻസ് ഓഫ് ദി 49,076 ഓഫ് ഓൾ റാങ്ക്സ് ഓഫ് ദി റോയൽ റെജിമെൻറ്റ് ഓഫ് ആർട്ടിലറി ഹു ഗേവ് ദെയർ ലൈഫ്സ് ഫോർ കിങ് ആൻഡ് കൺട്രി ഇൻ ദ ഗ്രേറ്റ് വാർ 1914 to 1919. സോ ഇത് ആക്ച്വലി ഇവർ വേൾഡ് വാർ 1 പറ്റിയാണ് പറയുന്നത്. ഞങ്ങളിതാ കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടുന്ന് ലൈക്ക് ഞങ്ങൾ കുറേ ആൾക്കാരോട് ചോദിച്ചു, ബിക്കോസ് പാലസ് ഓപ്പൺ അല്ലല്ലോ, സോ അതുകൊണ്ട് നമുക്ക് ആ ഗാർഡ് ചേഞ്ചിങ് സെറമണി കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ കുറേ ആൾക്കാരോട് ചോദിച്ചു അവരെ വഴി എന്തൊക്കെയാണെന്ന്. അപ്പം അവർ ഈ വഴി കൂടി വരും എന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. ഇനി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഒരു 11 o'clock വരെ നോക്കാം, എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. ബോറടിച്ചിരിക്കുകയാണ്. അപ്പം നോക്കട്ടെ എന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ മിഷൻ ഫെയിലായി. മിഷൻ ഫെയിൽഡ് സക്സസ്ഫുള്ളി.
അരേസ് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ എൻ്റെ ഓർഡർ പറഞ്ഞു. മിത്തു മെനു ബൈ ഹെഡ് ആക്കാണ്. സ്ട്രോബെറി മിൽക്ക് ഷേക്ക്, മാംഗോ ഷേക്ക്, ചിക്കൻ ഷവർമ. ഇത് വെറും സ്ട്രോബെറി അല്ല, സ്ട്രോബെറി മിൽക്ക് പിന്നെ വേറെ എന്തോന്നും കൂടിയാണ്. ഇത് ഫലാഫൽ. ടേസ്റ്റ് മിത്തു ഫസ്റ്റ് ടൈമാണ് ഫലാഫൽ ട്രൈ ചെയ്യുന്നത്. ഐ തിങ്ക് റാഡിഷ് അല്ല ബീട്രൂട്ടോ. ഇങ്ങനെ മുമ്പിലത്തെ ആളിങ്ങനെ കൊത്തിപ്പിച്ച് മെല്ലെ ഒരു കടി. ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ പരിപ്പ് വട. പരിപ്പ് വടേനെ നല്ലോണം പേസ്റ്റാക്കി ഫ്രൈ ചെയ്താൽ എങ്ങനെയായിരിക്കും, അതാണ് സംഭവം. പുറത്തുനിന്ന് അതേ ക്രിസ്പി, ഉള്ളിലത്തെ ബാറ്റർ നല്ലോണം ഇവർ പേസ്റ്റാക്കി. അങ്ങനെ സൂപ്പർ പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം പറഞ്ഞിട്ടുണ്ട്. അത് ഗൂഗിളിൽ ഓപ്പൺ ആണ് കാണിക്കുന്നത്. സോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത് ക്വീൻ വിക്ടോറിയ ആയിരുന്നു. ആ സമയത്ത് ക്വീൻ വിക്ടോറിയ ഇന്ത്യൻ്റെ ക്വീൻ ആയിരുന്നു. അപ്പോൾ ഇത് 1899 ഇതിനെ സ്റ്റോൺ ഇട്ടത്. സോ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇതിൽ 1899 ആണ് ഇട്ടത്. തമിഴിൽ എഴുതിയിട്ടുണ്ട്. ഇത് ചോള ഡൈനാസ്റ്റി. ഇവിടെ ബുദ്ധൻ്റെ കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ബുദ്ധൻ്റെ സ്റ്റാച്യു നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു സ്റ്റാച്യു ആണ്. സോ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, ബുദ്ധൻ ഫാസ്റ്റ് ചെയ്തിട്ടുള്ള രൂപമാണിത്. ബുദ്ധൻ ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ 6 കൊല്ലത്തേക്ക് കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ സമയത്ത് അവരുടെ ബോഡി നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ലോണം മെലിഞ്ഞിരിക്കുകയാണ്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദർ ഫേസ്, അവരുടെ ഫേസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതൊരു ശാന്തതയാണ് കാണിക്കുന്നത്. ബർമയിലാണത്.
നല്ല ഭംഗിയുള്ള സംഭവങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളെ കാണിച്ചിട്ടുള്ളൂ. കുറേ വായിച്ച് കണ്ട് മനസ്സിലാക്കി അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ കുറേ നേരം എടുക്കും. ഞങ്ങൾ ഓൾമോസ്റ്റ് 2 hours അവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു എന്താ പറയുക, കുറേ കൾച്ചേഴ്സിൻ്റെ സംഭവങ്ങളുണ്ട്. ഇത് വളരെ വലുതാണ്. നിങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ലൈക്ക് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ്. എന്താ വെച്ചാൽ ഇത് വർത്തിട്ടാണ്. ഇത് വേൾഡിലെ ലാർജസ്റ്റ് ഒരു മ്യൂസിയമാണ്. ഇങ്ങനെ എല്ലാ കൾച്ചേഴ്സിനെയും ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂസിയമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ. അത് നിങ്ങൾ എന്തായാലും ഉപയോഗിക്കുക. ലണ്ടനിൽ നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം ഒന്ന് കണ്ടു നോക്കുക. 1 മണിക്കൂറെങ്കിലും നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുക. ഐ എം പ്രിറ്റി ഷുവർ ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. അങ്ങനെ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എനർജിയും അതന്നെ, എനർജിയും തീർന്നു. സോ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പം സമയം ഓൾമോസ്റ്റ് 2:30 ആൻഡ് ഞങ്ങൾ ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇറ്റ്സ് ഓക്കെ. ഞങ്ങളൊരു ഭയങ്കര ടയർഡാണ്. ഞങ്ങൾ ബസ്സിൽ ഉറങ്ങാൻ പോവാണ്. ഓക്കെ, എന്നാൽ പിന്നെ ബസ് വെച്ച് കാണാം. ബൈ ബൈ. ഈ വീഡിയോ ക്ലിപ്പ് ഫിൽം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ബസ്സിൻ്റെ ടൈം ടേബിൾ നോക്കിയത്. അപ്പോഴാണ് മനസ്സിലായത് ബസ് 3 മണിക്കാണ് ആൻഡ് നെക്സ്റ്റ് ബസ് 7 മണിക്കേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓട്ടം. ബസ് മിസ് ഹോ ഗയാ നാ. ഒരിക്കലും ട്രെയിൻ മിസ്സായത്, ഇനി ബസ് മിസ്സാൻ പാടില്ല. കമോൺ കമോൺ ചിന്നു, കം ഫാസ്റ്റ്. എനിക്കാണെങ്കിൽ ആ ബൂട്ട്സ് ഇട്ടിട്ട് ഓടാനേ പറ്റുന്നില്ലായിരുന്നു. 20 മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റേഷനിൽ എത്തിയാലേ നമുക്ക് ആ 3 മണീൻ്റെ ബസ് കിട്ടുള്ളൂ. Will we reach? Come on, still we have 10 minutes time. 10 മിനിറ്റിൽ അവിടെ എത്തിയാൽ ബസ് കിട്ടും. അല്ലെങ്കിൽ 7 മണി വരെ ബസ് സ്റ്റോപ്പിൽ കാത്തിക്കണം. Just 2 minutes to leave. ശരി എന്നാ ബൈ. ബ്രൈറ്റ് നിന്ന് വെച്ചിട്ടാണ്.